നമസ്കാരം. ഞാൻ ധാരാളം ചെറുപ്പക്കാരുമായിട്ട് സംവദിക്കാറുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ലാംഗ്വേജിൽ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രവർത്തനമാണ്. അതായത് മറ്റൊന്നുമല്ല, അത് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നമ്മുടെ ഉള്ളിൽ സന്തോഷം ജനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള ഈ ഡോപ്പമൈൻ തന്നെ രണ്ട് രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒന്ന് ചീപ്പ് ഡോപ്പമൈൻ ഉണ്ട്, മറ്റൊന്ന് ഏൺഡ് ഡോപ്പമൈൻ ഉണ്ട്. ചീപ്പ് ഡോപ്പമൈൻ, വില കുറഞ്ഞ ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻ്റലിജൻസിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണത്. അതായത് സ്നാക്ക് കഴിക്കുക, ഹൈലി പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക, TV കാണുക, സമയം വെറുതെ ചിലവഴിക്കുക, ഇങ്ങനെയൊക്കെ കിട്ടുന്നതാണ് നമുക്ക് ഈ ചീപ്പ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. അതേസമയം ഏൺഡ് ഡോപ്പമൈൻ ഉണ്ട്. അത് നമ്മൾ ആർജിക്കണം, നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് ആർജിക്കേണ്ട ഒന്നാണ്. അതാണ് ഏൺഡ് ഡോപ്പമൈൻ. അത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ആഗ്രഹം വന്നു, ആ ആഗ്രഹം വന്നാൽ ഉടൻ തന്നെ അത് സാധിക്കുന്നതാണ് ചീപ്പ് ഡോപ്പമൈൻ. ഈ ആഗ്രഹം വരുന്നതിനും സന്തോഷം കിട്ടുന്നതിനിടയ്ക്ക് നിങ്ങൾ എഫർട്ട് വന്നാൽ മാത്രമേ അത് ഏൺഡ് ഡോപ്പമൈൻ ആവുകയുള്ളൂ. ഇത് നിങ്ങൾ എപ്പോഴും മറന്നുപോകാതെ ഓർത്തിരിക്കുക. അപ്പോൾ എപ്പോഴും തൻ്റെ ആഗ്രഹത്തിനും നമ്മളുടെ ആഗ്രഹം നടക്കുന്നതിനും ഇടയ്ക്ക് നമ്മളുടെ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്ട് ആവശ്യമുണ്ട്. ഈ എഫേർട്ട് ഇല്ലാതെ കിട്ടുന്നതൊക്കെ ചീപ്പ് ഡോപ്പമൈൻ ആയിരിക്കും. ചീപ്പ് ഡോപ്പമൈൻ നമ്മളെ കൂടുതൽ താഴോട്ട് മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ഉള്ളിൽ അത് ഡിപ്രഷനായിട്ടേ വരുള്ളൂ. അതേസമയം ഏൺഡ് ഡോപ്പമൈൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളെ കൂടുതൽ വെളിച്ചത്തിലേക്ക്, എൻലൈറ്റൻമെൻറ്റിലേക്കായിരിക്കും അത് കൊണ്ടുപോവുക. ഏറ്റവും നല്ല ഏൺഡ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്, അതിൽ ഏറ്റവും നല്ലത് മെഡിറ്റേഷനാണ്. നിങ്ങൾ മെഡിറ്റേഷൻ എന്താണ് എന്നാണ് പഠിക്കേണ്ടത്. മെഡിറ്റേഷൻ പഠിക്കണമെങ്കിൽ അത് നമ്മൾ സാധാരണ എല്ലായിടത്തു നിന്നും കിട്ടുന്ന ഒന്നല്ല. നമ്മൾ ഒരു പുസ്തകം വായിച്ചാൽ കിട്ടുന്നത് ഏൺഡ് ഡോപ്പമൈനാണ്. നമ്മളൊരു നല്ല ഒരു അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏൺഡ് ഡോപ്പമൈനാണ്. ഇങ്ങനെ കിട്ടുന്ന ഡോപ്പമൈനിൽ ഏറ്റവും വില പിടിച്ചതെന്ന് പറയുന്നത് മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന ഡോപ്പമൈനാണ്. അപ്പോൾ അത്തരം മെഡിറ്റേഷൻ എന്താണെന്ന് പഠിക്കുന്നതിനും മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കുന്നതിനും അതിൻ്റെ പുറകിലുള്ള തിയറി എന്താണെന്ന് അറിയുന്നതിനും നമുക്ക് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയാൽ മാത്രം സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ ഒന്നാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വടക്കാഞ്ചേരി നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന 24ാമത് ഭാഗവത തത്വസമീക്ഷാ സത്രം അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 4-5 സെഷനുകളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു, നമുക്കതിനെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുക, എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മളൊരു കാര്യത്തെ ലേൺ ചെയ്യുന്നത്, റീലേൺ ചെയ്യുന്നതും എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ജ്ഞാനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടാണ് ബെസ്റ്റിൽ അവർ പുസ്തകങ്ങളാക്കി, സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളാക്കി വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബെസ്റ്റ് സെല്ലറുകളൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഭാരതീയമായ തത്വചിന്തയിലെ ഒരു ആശയമാണ് അവരെടുത്തൊരു പുസ്തകമാക്കുന്നത്. അത്തരത്തിലുള്ള ധാരാളം പുസ്തകങ്ങളുണ്ട്. ഞാനതെല്ലാം വായിക്കുന്ന ആളാണ്. അതിൽ നിന്നാണ് പറയുന്നത്, ഇവിടെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള സ്രോതസ്സ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരിക, അത് കേൾക്കുക, കേട്ടതിനെ മനനം ചെയ്യുക, അതിനെ നിങ്ങൾ ആക്ച്വലൈസ് ചെയ്യുക. ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം എന്നുള്ളത് കൃത്യമായും ശരിക്കും സന്തോഷം അനുഭവിക്കണമെങ്കിൽ അത് മാത്രമാണ് ശരിക്കുള്ളൊരു വഴി.